അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും മധ്യപൂർവേഷ്യൻ സമവാക്യങ്ങളെയും വീണ്ടും ചൂടുപിടിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ടെഹ്റാനെ ലോകത്തിലെ ഒന്നാം നമ്പർ ഭീകരവാദ സ്പോൺസർ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അവർക്ക് ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ പതിവ് ശൈലിയിലുള്ള തീപ്പൊരി പ്രസംഗത്തിലൂടെയാണ് ട്രംപ് ഇറാന്റെ ആണവ മോഹങ്ങൾക്കെതിരെ കടുത്ത മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ അമേരിക്ക ഇതിനോടകം തന്നെ വിജയകരമായി തടഞ്ഞു കഴിഞ്ഞുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിൽക്കുന്ന കടുത്ത അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്ക് വളരെ വേഗം തന്നെ ഒരു അന്ത്യമുണ്ടാകുമെന്ന സൂചനയും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പങ്കുവച്ചു. ഈ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാകുന്നതോടെ ലോകം കൂടുതൽ സുരക്ഷിതമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാൻ ഉയർത്തുന്ന ഭീഷണികൾ പൂർണ്ണമായും നിർവീര്യമാക്കപ്പെടുന്നതോടെ ആഗോളതലത്തിലും അമേരിക്കയിലും വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെന്നാണ് ട്രംപ് പ്രവചിക്കുന്നത്. നിലവിൽ വിപണികളെ ഉലയ്ക്കുന്ന അനിശ്ചിതത്വങ്ങൾ മാറുന്നതോടെ ഉൽപാദന ചെലവുകൾ കുറയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സുസ്ഥിരമായ ഒരു അന്തരീക്ഷം സംജാതമാകുന്നതോടെ ജനങ്ങളുടെ ജീവിത ചെലവ് കുറയുമെന്ന സാമ്പത്തിക നിരീക്ഷണവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. തന്റെ രാഷ്ട്രീയ എതിരാളികളായ ഡെമോക്രാറ്റുകൾക്കെതിരെയും കടുത്ത വിമർശനങ്ങളാണ് ട്രംപ് ഉന്നയിച്ചത്. നിലവിലെ ഉയർന്ന വിലക്കയറ്റത്തിനും ആഗോളതലത്തിൽ ദൃശ്യമാകുന്ന അസ്ഥിരതയ്ക്കും കാരണം ഡെമോക്രാറ്റിക് ഭരണകൂടത്തിന്റെ പരാജയപ്പെട്ട നയങ്ങളാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദേശ നയങ്ങളിലെ ദൗർബല്യമാണ് ശത്രു രാജ്യങ്ങൾക്ക് വളമാകുന്നതെന്നാണ് ട്രംപിന്റെ വാദം. മധ്യപൂർവേഷ്യയിൽ കനത്ത യുദ്ധഭീതി നിൽക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് ട്രംപിന്റെ ഈ കടുത്ത പരാമർശങ്ങൾ വരുന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലെ വ്യോമാതിർത്തി അടച്ചിടൽ ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. ഇറാന്റെ എണ്ണ വ്യാപാരത്തെയും ബാങ്കിംഗ് സംവിധാനങ്ങളെയും പൂർണ്ണമായി തളർത്തുക വഴി അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം തടയുന്നതിന് ഇത് അനിവാര്യമാണെന്ന് പെന്റഗൺ വക്താക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷിയായ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നതാണ് ട്രംപിന്റെ ഈ പുതിയ പ്രഖ്യാപനം. ഇറാന്റെ ആണവ നിലയങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രയേൽ കാലങ്ങളായി വാദിക്കുന്നുണ്ട്. ട്രംപിന്റെ ശക്തമായ നിലപാട് ഇസ്രയേലിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ട്രംപിന്റെ ഈ പ്രസ്താവനകളോട് ഇറാൻ ഭരണകൂടം കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ വഴങ്ങില്ലെന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ടെഹ്റാൻ വ്യക്തമാക്കി. ആണവ പദ്ധതികൾ പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന മുൻ നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. ഹോർമസ് കടലിടുക്കിലെ എണ്ണക്കപ്പൽ പാതകളുടെ സുരക്ഷയെയും ഈ പുതിയ തർക്കങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആഗോള വിപണിയിലേക്കുള്ള എണ്ണയുടെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചാൽ അത് വലിയൊരു ഇന്ധന പ്രതിസന്ധിക്ക് കാരണമാകും. ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെ ആഗോള എണ്ണവിലയിൽ നേരിയ ചലനങ്ങൾ ദൃശ്യമായിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള മറ്റ് അന്താരാഷ്ട്ര ശക്തികൾ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതി അവർക്കുണ്ട്. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് പല യൂറോപ്യൻ നേതാക്കളുടെയും അഭിപ്രായം. റഷ്യയും ചൈനയും ഈ പ്രതിസന്ധിയിൽ ഇറാന്റെ പക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും ഇരു രാജ്യങ്ങളും നിരന്തരം എതിർക്കുന്നുണ്ട്. ഇറാൻ ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ നൽകാൻ ഇവർ തയ്യാറാകുന്നത് അമേരിക്കൻ നീക്കങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. അമേരിക്കയിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളിലും ഈ പ്രസ്താവന വലിയ സ്വാധീനം ചെലുത്തും. ദേശീയ സുരക്ഷ മുൻനിർത്തിയുള്ള ട്രംപിന്റെ നിലപാടുകൾക്ക് രാജ്യത്തിനകത്ത് വലിയ ജനപിന്തുണ നേടാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ കരുതുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ "ഞങ്ങൾ അവരെ നിർത്തിച്ചു" എന്ന പ്രഖ്യാപനം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് മധ്യപൂർവേഷ്യയിലെ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ്. കടുത്ത ഉപരോധങ്ങളും സൈനിക ജാഗ്രതയും വഴി ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനാണ് അമേരിക്കയുടെ ശ്രമം. എന്നാൽ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കാനേ ഉപകരിക്കുമെന്ന് കരുതുന്നവരും കുറവല്ല. വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങൾ ലോക സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം.